നമസ്തേ, ഞാൻ കെ.പി. സുരേഷ് കുമാർ. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ പവേർഡ് ബൈ അൽസാഫി ട്രേഡിംഗ് കമ്പനി LLC, സെലിബ്രേറ്റഡ് ബൈ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് UA, ഇൻസ്പയർഡ് ബൈ OSS കെമിക്കൽസ്, എനർജൈസ്ഡ് ബൈ അരമാൻ യു ആയുർവേദ അബുദാബി. തത്സമയ സംവാദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകം മാറുകയാണ്. സമസ്ത മേഖലകളിലും അതിനൂതനമായ സംവിധാനങ്ങളാണ് ജീവിതത്തിൻ്റെ ഭാഗതയും നിയന്ത്രിക്കുന്നത്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കാതലായ പരിഷ്കാരങ്ങൾക്ക് വിധേയമാകാതെ സാമ്പ്രദായിക രീതികളെ പിന്തുടരുകയായിരുന്നു ഇതുവരെ. ദേശീയ വിദ്യാഭ്യാസ നയം അതിന് വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നത്. രാജ്യത്തിനകത്തും പുറത്തും നയം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസവും വലിയ രീതിയിൽ വിശകലനത്തിനും പഠനത്തിനും വിധേയമാവുകയാണ്. ഈ വിഷയങ്ങളിൽ സൗദി അറേബ്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരാണ് ഇന്ന് അതിഥികളായി നമ്മോടൊപ്പം ചേരുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ KR ജയചന്ദ്രൻ, മുതിർന്ന അധ്യാപിക ശ്രീമതി പത്മിനി U നായർ, ജുബൈൽ ഇന്ത്യൻ സ്കൂൾ അധ്യാപകനായ ശ്രീ N സനിൽകുമാർ, രക്ഷകർത്താക്കളെ പ്രതിനിധീകരിച്ച് ശ്രീ ബിബിൻ ജോസഫ് കാലായിൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിഥികൾക്ക് സ്വാഗതം. ഒപ്പം പ്രേക്ഷകർക്ക് ആദ്യം ഡോക്ടർ KR ജയചന്ദ്രനിലേക്ക്. അദ്ദേഹം വിഷൻ 2030 ഭാഗമായുള്ള സൗദി വികസന പദ്ധതിയുടെ ടെക്നിക്കൽ അഡ്വൈസർ എന്ന നിലയിലും പ്രവർത്തിച്ചു വരികയാണ്. കൂടാതെ NCERT നാഷണൽ റിസോഴ്സ് പേഴ്സൺ, സൗദി CBSE കൗൺസിലർ എന്ന നിലയിലും പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ ആധികാരികമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഡോക്ടർ ജയചന്ദ്രൻ, എങ്ങനെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തെ, അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാതലായ മാറ്റമാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ സമസ്ത രീതിയിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ ഒരു രീതിയാണ് ഈ ഒരു കൊറോണയുടെ പശ്ചാത്തലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന, നയത്തിലുണ്ടാകുന്ന, രീതിയിലുണ്ടാകുന്ന ഈ ഒരു പരിഷ്കരണത്തെ, മാറ്റത്തെ എങ്ങനെയാണ് താങ്കൾ ഉൾക്കൊള്ളുന്നത്? നമസ്തേ. ഒരു 34 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം വരത്തക്ക രീതിയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകൃതമായിരിക്കുന്നത്. മുൻകാലത്തൊക്കെ, പ്രത്യേകിച്ച് 1968 ആദ്യത്തെ വിദ്യാഭ്യാസ നയം, അത് കഴിഞ്ഞ് 86 92 അതിനെ പരിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ വന്നു. ഇവിടെ ഒക്കെ തന്നെ ഈ പ്രത്യേക ആവശ്യങ്ങൾ ഉള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള ചെറിയ ചില പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ആഗോള വികസനത്തിന് അല്ലെങ്കിൽ ക്രിയാത്മകമായ ഒരു വികസനത്തിന് ഉള്ള പദ്ധതികളൊന്നും തന്നെ മുൻകാലത്തെ വിദ്യാഭ്യാസ നയങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ 2020 ജൂലൈ 29 ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ച വിദ്യാഭ്യാസ നയത്തിൽ പ്രത്യേകമായ ആവശ്യങ്ങളുള്ള കുട്ടികളെ സംബന്ധിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, അവരുടെ സമൂഹത്തിലെ അക്സെപ്റ്റൻസിനെ കുറിച്ച് ഒക്കെ കാതലായി പരാമർശിക്കുന്നുണ്ട്. ഇത് 1-2 ദിവസം കൊണ്ടോ വർഷം കൊണ്ടോ ഉണ്ടായ മാറ്റത്തിന്റെ പ്രതിഫലനമല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 1968 വിദ്യാഭ്യാസ നയത്തിൽ ചെറുതായി സൂചിപ്പിച്ചു വന്ന, അന്നൊക്കെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പ്രത്യേക ആവശ്യമായ കുട്ടികളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ആകെ, അല്ലെങ്കിൽ ഡിസബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഡിസബിലിറ്റി എന്നുള്ള ടേംസ് തന്നെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നേരെ മറിച്ച് അത് മാറി ദിവ്യാംഗ്, അതിനൊരു ഹോളി പരിവേഷം കൊടുത്തു എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്. കാരണം അത് സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു വലിയ ഒരു വ്യത്യാസമാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. വികലാംഗൻ എന്നുള്ള പേരിന്, അല്ലെങ്കിൽ പ്രത്യേക ആവശ്യം ഉള്ള ആളെന്നുള്ള നിലയ്ക്ക് മാറ്റി പ്രത്യേകമായൊരു കോണിൽ കൂടി മാത്രം കണ്ടിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ദിവ്യാംഗ്, ഒരു ഹോളി പരിവേഷം കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട. ആ ഹോളി പരിവേഷത്തോടു കൂടിയാണ് നാഷണൽ പോളിസിയിൽ ഇത്തരത്തിലുള്ള കുട്ടികൾ റിഫ്ലക്ട് ചെയ്യുന്നത്. തുടക്കത്തില് ബ്ലൈൻഡ്നെസ്സും അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റും മാത്രം, അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റിയും മാത്രമാണ്, കാണത്തക്ക രീതിയിലുള്ള ഒരു ഡിസബിലിറ്റീസിനെ മാത്രമാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ പഠിപ്പിക്കാം എന്ന് തൊടാതെ പറഞ്ഞു പോവുകയായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. നേരെ മറിച്ച് നമ്മുടെ സമൂഹം എങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകളെ കണ്ടിരുന്നത്? പുറത്ത് വരുമ്പോ തന്നെ എന്തിനാ ഇവർക്കൊന്നും വീട്ടിലിരുന്നൂടെ, വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം തന്നെ ആയിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. അവിടുന്ന് തുടങ്ങിയ മാറ്റം തിരിച്ച് 1986 വിദ്യാഭ്യാസ നയത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം, അന്നത്തെ സംബന്ധിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവര്
ഇത്തരത്തിലുള്ള കുട്ടികള് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇന്റഗ്രൽ പാർട്ട്, അതാണ് ആ വേർഡാണെന്ന്, ഇന്റഗ്രൽ പാർട്ടായിട്ട് ഉൾപ്പെടുത്തി അവരെ കൂടെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ധാരയിൽ പഠിക്കാൻ സാധിക്കുന്ന കുട്ടികൾക്ക് അവരെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു മാറ്റം, അത് ഇത്തരത്തിലുള്ള മേഖലയിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അക്സെപ്റ്റൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെയും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് ഒരു സ്കൂളിൽ കൊണ്ടുവന്ന് അവരെയും ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതൊരു പ്രത്യേകമായ ഒരു കൺസിഡറേഷൻ എവിടെയോ കൊടുക്കുന്നു. അവിടെ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇറ്റ്സ് എ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ എന്നുള്ളത് മാത്രമായിരുന്നു. ആ സ്ഥാനത്ത് നിന്നാണ് ഇന്ന് ഏതൊരു കുട്ടിക്കും ഉള്ളതുപോലെ തന്നെ പഠിക്കുവാനുള്ള, കളിക്കുവാനുള്ള, ജീവിക്കുവാനുള്ള, അനുഭവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാകണം എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ശ്രീമതി പത്മിനി യു നായർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് വിദ്യാഭ്യാസ നയം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്നത്. അത് രാജ്യത്തിനുള്ളിൽ മാത്രമല്ല, രാജ്യത്തിനകത്ത് മാത്രമല്ല, രാജ്യത്തിന് പുറത്തും വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷമായി അധ്യാപിക, ഹെഡ് മിസ്ട്രസ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അനുഭവ പരിചയമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ പുതിയ വിദ്യാഭ്യാസ രീതിയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എത്രത്തോളം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു? ഈ പ്രതീക്ഷയോടെ എന്ന് ചോദിക്കാൻ കാരണം അല്പം ആശങ്കയുമുണ്ട് സ്വാഭാവികമായും. കാരണം ഏതൊരു പുതിയ വിഷയങ്ങൾ വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് താതാത്മ്യം പ്രാപിക്കാൻ അല്പം സമയമെടുക്കും. ഒരുപക്ഷേ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക്, അതിനുള്ള ഒരു സമയവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഒരു വിഷയത്തെ താങ്കൾ സമീപിക്കുന്നത്? നമസ്കാരം എല്ലാവർക്കും. അക്കോർഡിംഗ് ടു മീ, ഈ വിദ്യാഭ്യാസ നയം ഏറ്റവും ബ്യൂട്ടിഫുള്ളി പ്ലാൻഡും ഏറ്റവും ബ്യൂട്ടിഫുള്ളി ഡ്രാഫ്റ്റഡ് ആണ്. അത് ഡോക്ടർ ജയചന്ദ്രൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. ഇതിന്റെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താ വെച്ചാൽ അതിന്റെ ആക്സെപ്റ്റബിലിറ്റി, അതിന്റെ അഫോർഡബിലിറ്റി, അതിന്റെ ക്വാളിറ്റി, ഈ 3 കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ട് ആണ് ഇതിനെ അവര് പ്ലാൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചയോ അല്ലെങ്കിൽ ഒരു കൊല്ലം അല്ല, കുറെ കൊല്ലത്തെ ശ്രമത്തിന് ശേഷം, റിസർച്ച് ചെയ്തതിന് ശേഷമാണ് അവർ ദേ ഹാവ് കം ടു ദിസ് പോയിന്റ്. അപ്പൊ ആസ് എ ഡ്രാഫ്റ്റ്, ആസ് എ പോളിസി, ഇറ്റ് ഈസ് എ വണ്ടർഫുൾ തിങ്. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം. ദർ ഇസ് നോ അപ്പീൽ. അത് 100% അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത വി ആർ ഗ്ലോബലി ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ലെവൽ വരെ നമ്മൾ ഉയർന്നു പോകുന്ന ഒരു രീതിയിലാണ് ഇതിനെ ഡ്രാഫ്റ്റ് ചെയ്തേക്കണം, ഈ പോളിസിനെ പ്ലാൻ ചെയ്തേക്കുന്നത്. നീ പറഞ്ഞുകൊണ്ട് വരുന്നത് പ്ലാനിങ്ങും ഡ്രാഫ്റ്റിങ്ങും അതിന്റെ അഡാപ്റ്റബിലിറ്റിയും ഒക്കെ എല്ലാം ശരിയാണെച്ചാലും എത്രത്തോളം ഇതിനെ ഇംപ്ലിമെന്റ്, എല്ലാ തവണയും ഞാൻ പറയുന്ന മാതിരിയാണ് ഇപ്പോഴും പറയണം, എത്രത്തോളം ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഈ ഇംപ്ലിമെന്റേഷനിൽ ഏറ്റവും പിവിറ്റൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ആ ടീച്ചറിനെ എത്രമാത്രം നിങ്ങൾക്ക് ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ ഒരു എന്റെ കാഴ്ചപ്പാടില്. ഈ പോളിസിയും ഈ ഡ്രാഫ്റ്റും എല്ലാം എക്സലന്റ് ആണ്. പക്ഷെ ഇഫ് ഇറ്റ് ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ് ആൻഡ് ഇഫ് ഇറ്റ് ഹാസ് ടു വർക്ക്, അതിന്റെ ഒരു പ്രോപ്പർ ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുത്ത് ടീച്ചേഴ്സിനെ ആ ലെവലിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇപ്പോൾ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ട് ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ, NCFTE. അത് 2021 അതിനെ റിസർച്ച് കഴിഞ്ഞിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകണം. അതിൽ നമ്മളുടെ ടീച്ചേഴ്സിന് 4 years ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ് B.Edന് കൊടുക്കുന്നത്. വേരിയസ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, വേരിയസ് സ്റ്റെപ്സ് ഉണ്ട്. അവരൊക്കെ ക്വാളിഫൈ ചെയ്താലോ ഈ കുട്ടികളെ അവർക്ക് ടീച്ച് ചെയ്യാൻ പ്രാപ്തരാവുള്ളൂ. പക്ഷെ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മൾ ഫോഴ്സ്ഫുള്ളി അതിനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമ്മുടെ സ്കൂൾസ് അത് ടേക്കപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മൾ വെർച്വൽ എഡ്യൂക്കേഷനിലാണ്, ഓൾ ഓഫ് us ആർ ഇൻ വെർച്വൽ എഡ്യൂക്കേഷൻ. ഈ ഒരു ടൈമിൽ അൺസർട്ടിനിറ്റിന്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. പക്ഷെ അഫ്കോഴ്സ് ഗോഡ് ഫോർബിഡ് ഇതൊക്കെ ഈ കാലം മാറും. വെൻ ഇറ്റ് കംസ് ടു എ ന്യൂവർ സ്റ്റേജ്, ഈ കാലം നന്നാവണച്ചാൽ ഈ ഇംപ്ലിമെന്റേഷൻ ത്രൂ ടീച്ചേഴ്സ് എംപവർമെന്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അഫ്കോഴ്സ് പോളിസിയിലും അത് അതിന്റെ വേരിയസ് ഘട്ടങ്ങളിൽ ടീച്ചേഴ്സ് എന്തൊക്കെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ ആ ഇംപ്ലിമെന്റേഷൻ എത്രത്തോളം ചെയ്യാൻ പറ്റും, എത്രത്തോളം ടീച്ചേഴ്സിന് അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ ഒരു ഫിയർ. ഇംപ്ലിമെന്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
അതാണ് എൻ്റെ ഒരു പറയാനുള്ളത് അബൌട്ട് ദിസ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. യെസ് ശ്രീ സനിൽകുമാർ, താങ്കൾ എക്സാം കൺട്രോളറാണ്, മലയാളം ടോസ്റ്റ് മാസ്റ്ററാണ്. ഈ രീതിയിൽ ഈ നിലയിലൊക്കെയും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഈ വിദ്യാർത്ഥികളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എല്ലാ തരത്തിലായി കഴിഞ്ഞാലും. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ദേശീയ നയവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ പ്രായോഗികമായി കൊണ്ടുവരാം എന്ന രീതിയിലാണ് ചില ആശങ്കകളെങ്കിലും ഉള്ളത്. ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരു പരാതിയില്ല, പരിഭവമില്ല. പക്ഷേ എങ്ങനെ ഇത് കൊണ്ടുവരാം, ഏത് രീതിയിൽ ഇതിനെ പ്രാവർത്തികമാക്കാം എന്ന രീതിയുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെയും നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അതേസമയം തന്നെയാണ് ഈ ലോകം ഇപ്പോൾ വലിയ ഒരു മാറ്റത്തെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മാറ്റം, അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിന് വലിയ രീതിയിൽ ആശങ്കയുമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എങ്ങനെ അത് പ്രായോഗികവൽക്കരിക്കാം എന്നതിലെ ചില ആശങ്കകൾ ഒരു പരിധിവരെ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാവുന്നതാണ് ഈ പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ആശങ്കകളും. എങ്ങനെയാണ് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഈ ഒരു രണ്ട് വിഷയത്തെയും പ്രാഥമികമായി സമീപിക്കുന്നത് താങ്കൾ? തീർച്ചയായിട്ടും വളരെ നല്ല ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പങ്കുവെക്കേണ്ടത് ആശങ്കകൾ തന്നെയാണ്. അതെ, ആശങ്കകൾ പങ്കുവെക്കുമ്പോഴാണ് അതിന്മേൽ ആ ചർച്ചകളിലൂടെ നമ്മുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം തീർച്ചയായിട്ടും ജയചന്ദ്രൻ സാറും പത്മനി ടീച്ചറും പറഞ്ഞ പോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, മൂല്യബോധം കുട്ടികളിൽ വളർത്തുക തുടങ്ങി കുട്ടികൾക്ക് വളരെ അധികം അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ്. പക്ഷെ അതോടൊപ്പം ചില ആശങ്കകൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന ചില ആശങ്കകൾ. ഒന്നാമത്തെ കാര്യം, ഒരു കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് മാറുകയാണ്. നമുക്കറിയാം അമേരിക്ക, സ്വീഡൻ ഒക്കെ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് വികേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യ ഒരു ബഹുസ്വരതയുടെ നാടാണ്, വൈവിധ്യങ്ങളാണ്. നമുക്കറിയാം ഓരോ ജനതയും വ്യത്യസ്തമായ അവരുടെ വിചാരങ്ങളും വികാരങ്ങളും അവരുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ വൈവിധ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്നത് അതിൽ കുറവുണ്ടാകുമോ എന്നൊരു ആശങ്ക ഉണ്ട്. തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുപോലെ 3 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ അവരെ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഒരു ആശങ്ക വരുന്നത് 3 വയസ്സ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു പരിഷ്കൃത സമൂഹത്തിൽ 3 വയസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം തുടങ്ങാൻ പറ്റിയ ഒരു കാലമല്ല. ആ ഒരു ആശങ്കയും ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് ചർച്ച പരിഹരിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ മേഖലകളെയും അതുപോലെ സ്വകാര്യ സംരംഭങ്ങളെയും വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് സാധാരണക്കാരായ കുട്ടികൾക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരു ബാലികേറാമലയാകുമോ എന്നൊരു ആശങ്കയും അതും നമുക്ക് പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സാറ് സ്പെഷ്യൽ സ്കൂളുകളെ പറ്റി വളരെ അദ്ദേഹം നമ്മുടെ സ്കൂളിൽ പോലും വന്നിട്ടുണ്ട്. സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട്. അപ്പോ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ജയചന്ദ്രൻ സാറ്. സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. പക്ഷേ ഈ സ്പെഷ്യൽ സ്കൂളുകൾക്ക് ഒരു സോണാക്കി അവരെ മാറ്റുമ്പോൾ അവർ കൂടുതൽ അരികുവൽക്കരിക്കപ്പെടുമോ എന്നൊരു ആശങ്കയാണ്. എന്നെ സംബന്ധിച്ച് ഈ സ്പെഷ്യൽ സ്കൂളുകളെ കുറിച്ച് പറയാനുള്ളത്, സാധാരണ വിദ്യാലയങ്ങളിൽ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള അവർ സ്പെഷ്യലാണ്. ആ കുഞ്ഞുങ്ങളെ നമ്മുടെ സാധാരണ വിദ്യാലയത്തിൽ തന്നെ പഠിപ്പിക്കണം. അവർക്ക് വേണ്ട അധ്യാപകരെ 1-2 അധ്യാപകരെ അവർക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യണം. അവർക്ക് വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കാൻ ഒരു സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. ഈ സ്പെഷ്യൽ സ്കൂളുകളെ ഒരു സോണാക്കി മാറ്റുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പിന്നെയും അരികുവൽക്കരിക്കപ്പെട്ടു പോകുമോ എന്നൊരു സംശയം. അതോടൊപ്പം തന്നെ ഇതിലേറ്റവും പ്രാധാന്യമുള്ള ചില കാര്യമുണ്ട്. 9 മുതൽ 12 വരെയുള്ള പഠന കാര്യത്തിൽ കുട്ടിക്ക് ഒരു ബ്രേക്ക് വന്നാൽ പോയിട്ട് എന്തെങ്കിലും തിരിച്ചു വന്ന് ജോയിൻ ചെയ്യാം. നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്, കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്ന കുട്ടികൾ പിന്നെ തിരിച്ചു വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. നമുക്കറിയാം കോടിക്കണക്കിന് കുട്ടികൾ വളരെ സാധാരണക്കാരാണ്. അപ്പോൾ അവരുടെ പഠനം തന്നെ പാതി വഴിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയും, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ അതിന് പ്രാധാന്യം കൊടുക്കുന്നു. 6ാം ക്ലാസ് മുതൽ കുട്ടിയുടെ തൊഴിൽ അഭ്യസിക്കണം. തീർച്ചയായും ഗാന്ധിജി മുന്നോട്ട് വെച്ചൊരു ആശയമാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. പക്ഷേ അവിടെയും ഒരു ചെറിയ ആശങ്ക. കാരണം നമ്മുടെ രാജ്യത്തറിയാം ബാലവേല, ലോകത്ത് ഏറ്റവും കൂടുതൽ ബാലവേല നടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. 6ാം ക്ലാസ്സിൽ ഒരു കുട്ടി ഇത്തരം തൊഴിൽ മേഖലയിലേക്കൊക്കെ പോകുമ്പോൾ ഈ കുട്ടി ഇത്തരം മേഖലകളിലേക്ക് പല രീതിയിൽ അകപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്ക. ഇതൊക്കെ ആശങ്കകളാണ്. തീർച്ചയായും ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ്
വളരെ വളരെയധികം കാലത്തിന് ശേഷം ഒരു പുനർചിന്തനത്തിനും ഒരു പുനഃക്രമീകരണത്തിനും ഒക്കെ സാധ്യതയോടെ മുന്നോട്ടെത്തിയിരിക്കുന്ന ഈ വിദ്യാഭ്യാസ നയം ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരനായ ഒരു കുഞ്ഞിന് ഗുണകരമായ രീതിയിൽ നടപ്പിലാക്കുമ്പോഴാണ് അത് അതിന്റെ ഉദാത്തമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. കോടിക്കണക്കിന് പട്ടിണിപ്പാവങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഏറ്റവും സാധാരണക്കാരനായ കുഞ്ഞിന് അവൻ ഏറ്റവും സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സംവിധാനം നമ്മുടെ പള്ളിക്കൂടത്തിലേക്ക് ഉണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമായി ഇത് മാറണമെങ്കിൽ ഈ ആശങ്കകൾ അത് ചർച്ച ചെയ്യപ്പെടണം. വളരെ സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെയുള്ള ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടിയിരിക്കും. യെസ്, ശ്രീ ബിപിൻ ജോസഫ് കാലായിൽ, ഇവിടെ ഒരു പുതിയ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു നയം, ഒരു പരിഷ്കരണം വരുമ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമാണ് അതെങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ സ്വീകരിക്കണമെന്നുള്ള ആശങ്ക ഉണ്ടാകുന്നത്. ഈ രക്ഷാകർത്താക്കളുടെ എല്ലാം പ്രതിനിധിയാണ് താങ്കൾ. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്? ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആക്ച്വലി ആശങ്കയിൽ കൂടുതൽ എനിക്ക് വളരെ സന്തോഷമാണ് ഉള്ളത്. കാര്യം സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ ഊന്നിയുള്ള പരിഷ്കൃതമായിട്ടുള്ള ഒരു പോളിസിയാണ് ഇന്ന് നിലവിൽ വന്നിരിക്കുന്നത്. ലോകം എന്ന് പറയുന്നത് നമ്മുടെ വിരൽ തുമ്പിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ കൊറോണ എന്ന് പറയുന്നത് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ, ഇപ്പൊ പത്മിനി ടീച്ചർ പറയുകയുണ്ടായി, ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ എത്രമാത്രം സ്വീകാര്യത വരും എന്നതിനെ കുറിച്ച് ആശങ്കയുണ്ട്. ഈ ഇംപ്ലിമെന്റേഷന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഓൾറെഡി കടന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സാങ്കേതിക വിദ്യയുടെ പ്ലാറ്റ്ഫോമിലോട്ട് കുട്ടികൾ സ്വാഭാവികമായിട്ട് തന്നെ അനുരൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു നല്ല വശമാണ്. എനിക്ക് ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ നിലവിലുള്ള സംവിധാനം 10+2 എന്ന കൺസെപ്റ്റ് മാറി 5+3+3+4 എന്ന കൺസെപ്റ്റില് ഇതിലെ ആദ്യഘട്ടം, അതായത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കാലഘട്ടത്തില് കുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസം മാത്സും ഭാഷയുമായി ക്രമപ്പെടുത്തുമ്പോൾ ഈ ഭാഷ എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ നിലവിൽ ഇവിടെ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, അവന്റെ മാതൃഭാഷയായ മലയാളം പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിക്കുന്നുണ്ട്, അറബിക്കും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം അവനോട് ഹിന്ദി ആൽഫബറ്റ്സ് എഴുതാൻ പറഞ്ഞപ്പോൾ അവൻ ഹിന്ദി ഇ എന്ന അക്ഷരത്തിന് പകരം അവൻ ഇംഗ്ലീഷിൽ ഇ എഴുതി വെച്ചു. അപ്പൊ ഇംഗ്ലീഷിൽ ഈ എഴുതി വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, മാന ഇത് തെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഈ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാഷകളെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു മച്യൂരിറ്റി കൈവരുന്നതിന് മുമ്പ് തന്നെ ഭാഷ എന്ന ഒരു കൺസെപ്റ്റ് പ്രീ പ്രൈമറി തരത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് എനിക്ക് വിയോജിപ്പുള്ള ഒരു സംഗതിയാണ്. യെസ്, താങ്കളിലേക്കും അടക്കം തിരിച്ചു വരാം. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടാണുള്ളത്. എല്ലാവരും ഈ ഒരു നയത്തെ എല്ലാ രീതിയിലും സ്വാഗതം ചെയ്യുമ്പോൾ ചില ആശങ്കകൾ വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും ഭാഗത്തു നിന്നുമുണ്ട്. അതുകൂടി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗം തിരികെത്താം ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ്. തിരികെ സംവാദത്തിലേക്ക്. ഡോക്ടർ കെ.ആർ. ജയചന്ദ്രൻ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു പുരോഗതിയാണ് ലക്ഷ്യമിടുന്നത്. ഒരു പ്രായോഗിക ജ്ഞാനമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് എന്നുള്ളൊരു വസ്തുതയെ അടിവരയിടുന്ന ഒരു വിദ്യാഭ്യാസ നയം. കാരണം കാണാപാഠം പഠിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിറങ്ങുകയും നമ്മൾ ഒരു യാന്ത്രികമായി ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥാപിതമായ ഒരു രീതിക്കാണ് ഈ ഒരു വിദ്യാഭ്യാസ നയം തടസ്സം നിൽക്കുന്നത്. അത് പോസിറ്റീവായ ഒരു തടസ്സമാണ്. കാരണം ഒരു വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണോ ലക്ഷ്യമിടുന്നത്, അവൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ സമഗ്രമായ പുരോഗതിയാണ് വിദ്യയിലൂടെ ലക്ഷ്യമിടുന്നത്. അതെന്താണോ അത് ആർജിക്കാനുള്ള കഴിവാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നത്, ഒരു വിദ്യാർത്ഥിയെ പ്രാപ്തനാക്കുന്നത്. പക്ഷേ അതേസമയം തന്നെയാണ് ഇതിലെ ചില ആശങ്കകൾ ഉന്നയിക്കപ്പെടുന്നത്, പരാമർശിക്കപ്പെടുന്നത്. അത് തന്നെയാണ് ഈ രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഇതിനകം ഉയർന്നു വന്നത്. അത്തരം ആശങ്കകളെ എങ്ങനെയാണ് താങ്കൾ സമീപിക്കുന്നത്? തീർച്ചയായും ഒരു വ്യക്തിയുടെ സർവതോമുഖമായ വികസനം എല്ലാ രംഗത്തും, അറിവിന്റെ മേഖലയിൽ മാത്രമല്ല, സമൂഹത്തിനോട് ഇടപഴകുന്ന രീതിയിലും തൊഴിൽപരമായ രംഗത്ത് വികസനം ഉണ്ടാകത്തക്ക രീതിയിലും ഒക്കെയുള്ള, അത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു, ശ്രീ സനൽ സൂചിപ്പിച്ചത്, ഗാന്ധിജി സ്വപ്നം കണ്ട വിദ്യാഭ്യാസത്തെ കുറിച്ച് അദ്ദേഹം സ്വപ്നം കണ്ട ഇന്ത്യ. ഇവിടെ ഏതൊരു പോളിസി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് വരുമ്പോഴും
സ്വാഭാവികമാണ് അവിടെ ആശങ്കകൾ ഉണ്ടാകുന്നത്. അതെ. ഇപ്പൊ തന്നെ ഇവര് രണ്ടുപേരും സംസാരിച്ചപ്പോൾ ആദ്യം സൂചിപ്പിച്ച സനിൽ സൂചിപ്പിച്ച ഈ സ്പെഷ്യൽ സോണിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം അവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള കുട്ടികളെ പൊതുധാരയിൽ കൊണ്ടുവരുമ്പോൾ ഒരു സ്പെഷ്യൽ സോൺ ആവശ്യമുണ്ട് എന്ന് നാഷണൽ പോളിസി ഉദ്ദേശിച്ചത് ആശങ്കകൾ ആ കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുവാൻ ഇന്ന് സാധിക്കാത്ത കുട്ടികളെ കൊണ്ടുവന്ന് അവർക്ക് ഒരു എൻട്രി ഗേറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോ അത്തരത്തിലുള്ള കുട്ടികൾ പുറത്താണ്. ലോകത്താകമാനമുള്ള പ്രത്യേക ആവശ്യമായ കുട്ടികൾ അല്ലെങ്കിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള കുട്ടികളിൽ 50% മാത്രമേ വിദ്യാഭ്യാസ മേഖലയിലോട്ട് കടന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് തന്നെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഇപ്പോഴും ഒരു 10-15% ആളുകൾ ഇപ്പോഴും ഔട്ട് ഓഫ് ദ ഫ്രെയിം ആണ്. അപ്പൊ അവര് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരണ്ടേ? അപ്പൊ അവരെ കൊണ്ടുവരുവാനുള്ള ഒരു റിസപ്ഷൻ ഏരിയയാണ് ഈ സ്പെഷ്യൽ സോൺ. അവിടെ ആശങ്കകൾ വേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം മുഖ്യധാരയിൽ അവരെ കൊണ്ടുവരിക തന്നെ വേണം. പക്ഷേ അവിടെയും നമുക്ക് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ചില സന്ദർഭങ്ങളുണ്ട്. കാരണം വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ചില ബിഹേവിയർ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള, ചിലപ്പോ സാധാരണ ക്ലാസ് റൂമിൽ ചെന്നിരിക്കാൻ പറ്റാത്ത ഒരു സെറിബൽ പാൽസി കുട്ടിയാണെന്ന് വെച്ചോളൂ, ഒരു വീൽ ചെയറിൽ വരുന്ന കുട്ടികളാണെന്ന് വെച്ചോളൂ, ഒരു അഗ്രസീവ് ആയിട്ടുള്ള കുട്ടികളാണെന്ന് വെച്ചോളൂ. അവിടെ സാധാരണ ക്ലാസ്സിൽ കൊണ്ടുവന്ന് നമുക്ക് ഫുൾ ടൈം ക്ലാസ്സിൽ ഇരുത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അവരെ അവിടുന്ന് ഒരു ട്രാൻസിഷൻ പോയിന്റ് ആയിട്ട് വേണം ഈ ഇത്തരത്തിലുള്ള മേഖലയെ കാണേണ്ടത്. രണ്ടാമത് ശ്രീ ബിപിൻ സംസാരിച്ചപ്പോ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികള് ഈ കൺഫ്യൂഷൻ വരുന്നു, അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ വരുന്നു. തീർച്ചയായിട്ടും വരും. കുട്ടികള് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ നമ്മൾ എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ 3 R's എന്ന് പറയാറുണ്ടല്ലോ. റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക്. ഈ 3 കൺസെപ്റ്റ് ആണല്ലോ നമ്മൾ തുടക്കത്തിൽ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് നാഷണൽ പോളിസിയിൽ അവതരിപ്പിച്ചപ്പോ അത് കുട്ടികളെ ഇതൊന്നും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സമയമല്ല. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരിക, കുട്ടികൾ അവിടെ കളിക്കട്ടെ, അറിയട്ടെ, വർണ്ണങ്ങൾ തിരിച്ചറിയട്ടെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് പഠിക്കുവാനുള്ള മേഖലയിലേക്കുള്ള ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ആയിട്ട് മാത്രമേ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ECCE, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ് നമ്മുടെ പബ്ലിക് എഡ്യൂക്കേഷൻ മേഖലയിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അവിടെ ആശങ്കകൾക്ക് വഴിയില്ല. കാരണം നമ്മൾ നേരത്തെ 2 വയസ്സ് 3 വയസ്സാകുമ്പോൾ കുട്ടികളെ കൊണ്ടുവന്ന് എഴുതിച്ച് ഉടനെ തന്നെ ABCD, എന്തിനാ ഈ പ്രഷർ കൊടുക്കുന്നത്? അത് വേണ്ട എന്നുള്ളതാണ് ന്യൂ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ വിഭാവന ചെയ്യുന്നത്. അത് അവിടെയും ആശങ്കകൾ വേണ്ട. അവതാരകൻ ചോദിച്ച ചോദ്യത്തിലേക്ക്, തീർച്ചയായിട്ടും ലോകം മാറുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് തൊഴിൽ വേണം. നേരത്തെ തന്നെ അദ്ദേഹം ബിപിൻ സൂചിപ്പിച്ച മറ്റൊരു കാര്യം 5+3+3+4 years. ഒന്ന് ആലോചിച്ചോളൂ, നോക്കൂ. നമ്മള് ഇന്നത്തെ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, പിന്നെ നമ്മൾ ജോലി തെണ്ടുന്നതിന് വേണ്ടി, ആ വാക്ക് തന്നെ ഞാൻ പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണെങ്കിൽ ഞാനത് ഉപയോഗിക്കുന്നു, ജോലി തെണ്ടലാണെന്ന് നടക്കുന്നത്. കാരണം പഠിച്ചിറങ്ങിയാല് ഒരാളിന് പറ്റിയ ജോലിക്ക് എന്താണ് അതിനുള്ള ഒരു ആക്സസിബിലിറ്റി നമുക്ക് കിട്ടുന്നില്ല, നമ്മുടെ ഭൂരിഭാഗം കുട്ടികൾക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ നാഷണൽ പോളിസി വിഭാവന ചെയ്യുന്നത് നോക്കൂ, 12ാം ക്ലാസ് അല്ലെങ്കിൽ 13ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷന്റെ ഫസ്റ്റ് ഇയർ 4 വർഷമാണല്ലോ പുതുതായിട്ട് ചെയ്യുന്നത്. 2 വർഷമേ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 1 വർഷമേ പഠിക്കാൻ പറ്റുള്ളൂ. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുട്ടി അവൻ തൊഴിൽ അന്വേഷിച്ച് പോവുകയാണ്. ഓക്കെ, തൊഴിൽ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, 2, 4, 5 കൊല്ലം കഴിഞ്ഞപ്പോ അവന് വീണ്ടും പഠിക്കണമെന്ന് തോന്നി. എത്ര മനോഹരമായ ഒരു കൺസെപ്റ്റ് ആണ്. അയാൾക്ക് തിരിച്ചു വന്നിട്ട് ആദ്യം പഠിച്ച 2 വർഷം പഠിച്ച ആ ക്രെഡിറ്റ് അവിടെ തന്നെ ഉണ്ട്. വീണ്ടും 2 വർഷം കൂടി പഠിച്ചിട്ട്, ഇന്ന് നമ്മുടെയൊക്കെ കാലത്ത്, എന്റെയൊക്കെ വിദ്യാഭ്യാസ കാലത്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു, പഠിത്തം അവിടെ അവസാനിച്ചു എന്ന് വെച്ചോളൂ. ഒരു കാരണവശാലും പിന്നെ ആ പഠനം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുകയില്ല. ഇത് ഞാൻ കുറച്ചു കാലം ഓസ്ട്രേലിയയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് ഞാൻ നേരിട്ട് അനുഭവിക്കാൻ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ തന്നെ പഠിക്കുമ്പോൾ അതോടൊപ്പം തന്നെ തൊഴിലെടുത്താണ് പഠിക്കുന്നത്. എല്ലാ വികസിത രാജ്യങ്ങളിലെയും വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ തൊഴിലെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു 10-18 വയസ്സായ അല്ലെങ്കിൽ 16-17 വയസ്സായ ഒരു കുട്ടി പഠനത്തോടൊപ്പം തൊഴിലും കൂടെ ചെയ്യുകയാണ് എങ്കിൽ അതല്ലേ നല്ലത്? നമ്മുടെ വിദ്യാഭ്യാസ നയം ഇനി സ്വപ്നം കാണുന്ന അതാണ്. കുട്ടികൾ ജോലി ചെയ്യട്ടെ,
എത്രയോ ആളുകളുണ്ട് വളരെ നല്ലവണ്ണം പഠിച്ച് വളരെ ഉന്നതമായ വിദ്യാഭ്യാസം ഒക്കെ ചെയ്തിട്ട് എനിക്കറിയാവുന്ന ആളുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വീട്ടിലെ ബൾബ് ഇടണമെങ്കിൽ അടുത്ത് പോയിട്ട് ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ട് വരുന്ന ഇലക്ട്രീഷ്യൻസിനെ എനിക്കറിയാം. ഇതല്ല നമുക്ക് വേണ്ടത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായോഗിക ജീവിതത്തിന് ഉതകുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, വിദ്യാഭ്യാസ രീതികൾ മാറുകയാണ്. അതുതന്നെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തിയും പ്രാധാന്യവും. സമാധാനത്തിലേക്ക് തിരികെ എത്താം മറ്റൊരു ഇടവേള കഴിഞ്ഞ്.